അമ്പിളി വന്നിട്ട് കുറെ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. ആ താങ്ക് യു. എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോനെ പറ്റൂ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണ. ചേച്ചിക്ക് വേണ്ടേ? എനിക്കങ്ങ് വേണ്ട. എനിക്ക് സാധനത്തിന് മണം ഇഷ്ടമല്ല. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണല്ല. അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ, അത് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോൾ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ. യു ലക്കി. ഇത് പറയാനാണ് ഇത്ര നേരം എടുത്തേ? എന്തത്? എന്നാ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ആര്? സുജിത്ത് വാസു. ബിജിത്തോ? സുജിത്ത് വാസു. എന്തിനാണ് അറിയണത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാന്ന് അറിയാം അവനെ പ്രേമിച്ച്. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കും. ഫസ്റ്റ് നൈറ്റിൽ ശവത്തെ കുത്തല്ലമ്പിളി. ആരോമലേട്ട, എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്താ അവന്റെ പേര്? സുജിത്ത് വാസു. എന്ത് വാസു? സുജിത്ത് വാസു. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, മെയ്ഡ് ഇൻ കാനഡ. ആരോമലേട്ടനെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാ. അമ്പിളി ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇവിടെ കിടന്നോ? ചാച്ചിക്കോ? എനിക്ക് കാണുന്ന സുജിത്തിനെ. ആ കാണാം. ഇപ്പൊ കാട്ടിത്തരാട്ടാ. കാട്ടിത്തരാം. ബോണസ് ഇട്ടിട്ടാ, ബോണസ് ഇട്ടി. അമ്പിളി അറിഞ്ഞടിച്ചത് അമ്പിളി കുമ്പിളി അതൊന്നും അല്ല. പറയാ എഴുന്നേറ്റേ ഇങ്ങോട്ട് വന്നേ. എന്താ വന്നേ ഇങ്ങോട്ട്. എന്ത് പ്രശ്നമാവും? അമ്പിളി കുടിച്ചാക്കി പ്രശ്നമായിന്ന്. നമ്മുടെ അമ്പിളി കുടിക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുടിക്കാൻ ഓറഞ്ചും ഐസ് ക്യൂബും നന്നാരി സർവത്തൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കിയില്ലേ? അതാരെന്റെ മുറി കൊണ്ട് വെച്ചത്? ഞാൻ ചോദിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുടിക്കാനായി ഉണ്ടാക്കിയ സാധനം എന്റെ മുറിയിൽ ആരും കൊണ്ടുവച്ചത്? ഞാൻ. മോളെ ശ്രീകുട്ടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ മോളെ. ഇവിടെ വെച്ചാൽ ശരിയാവില്ലോട്ടാ. നിന്നോട് അടുക്കളയിൽ വെക്കാനല്ലേ പറഞ്ഞേ? അടുക്കളയിൽ വെച്ച് ആരെങ്കിലും എടുത്ത് കുടിക്കണ്ടെന്ന് സേഫ് ആക്കി ഞാൻ റൂമിൽ കൊണ്ടുവച്ചല്ലോ. എന്നിട്ട് നീ അളിയനോട് പറഞ്ഞ? ഞാൻ സാധനം വെച്ചൊന്ന് പുറത്തുനിന്ന് അളിയനെ കാണിച്ചില്ലേ? ഇങ്ങനെ സാധനം ഉള്ളിരിപ്പുണ്ട് ഇങ്ങനെ കാണിച്ച അളിയ ഇങ്ങനെ. മുറി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളോ. ഞാൻ പിന്നെ എങ്ങനെ കാണിച്ചത്? താങ്ങണ്ടല്ലേ, ചോറായി പോയി. അളിയനോട് വന്നേ. ഒരു പെഗ്ഗല്ലേ അടിച്ചുള്ളോ? അത് ഒരു വെള്ളം കൊടുത്ത് ശരിയാക്കാം. വെയിറ്റ്. ഞാനിങ്ങനെ കറക്റ്റായി കാണിച്ചു കൊടുത്തിരുന്നു. മനസ്സിലാവുന്നിട്ടാ?
അളിയ കണ്ടു വന്നേ. നീയപ്പത് കുടിച്ചില്ലേ? ഞാൻ അടുക്കളയിലുള്ള ഏതോ ജ്യൂസ് എടുത്താ കുടിച്ചത്. അതൊന്നുമല്ല പ്രശ്നം. അളിയൻ ചോദിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു. അതല്ലേ സത്യം. അപ്പൊ നീ തിരിച്ചു ചോദിച്ചില്ലേ? എന്തിനാ ചോദിക്കണത്? അതിനു മുമ്പേ അവള് പറഞ്ഞ് അവൾക്കാരെ ഇഷ്ടമുണ്ടെന്ന്. ഓഹ്, ഈ എക്സ് ലവറിന്റെ കേസ് അമ്മ എങ്ങനെ അറിഞ്ഞിണ്ടാ? ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ നൈസായിട്ട് അവിടെ മുറി കിടത്തിട്ടാ പോന്നേക്കണത്. അല്ല അത് മൊത്തം കുടിച്ചായിരുന്ന? മൊത്തം കുടിച്ചോ പാതി കുടിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അവൾക്കിപ്പോ സുജിത്ത് വാസുനെ കാണണം. ഉണ്ടാവും നിന്റെ ഒരെണ്ണം എടുക്കാൻ. അപ്പൊ മൊത്തം കുടിച്ചു. പണ്ടാറടങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിയോട്. അടിപൊളി ദിവസമായിരുന്നു. ആ മൂടാ പോയി. അളിയാ, ഏതാ പുതിയ സുജിത് വാസു? എന്റെ ഫസ്റ്റ് നൈറ്റ് കൊള്ളാക്കാൻ വന്ന ഏതൊരു പ്രാന്തൻ. ഏതാവന്റെ ഏരിയ? അത് ചോദിക്കാനല്ലേ നമ്മളങ്ങോട്ട് പോണത്. സുജിത്ത് വാസുവാണോ? ഇത് വേറെ വൃത്തിയിട്ടാൻ. ഓഹ്, എന്തൊരു വൃത്തിട്ടന്മാരാണ് ഈ ലോകത്ത്. എന്തൊരു ക്രൗഡ്. മരുന്നിടത്ത് വെച്ച് കാണാം. ഇവരോടൊന്നും പറഞ്ഞ നീ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. ഒന്നവിടെ നിന്നേ. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങളോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒട്ടുക്കത്തെ ഒരു കുടി. നിങ്ങളല്ല ഈ പെങ്കൊച്ചിന് കള്ളു കൊടുത്തേ? ഞാനൊന്നും ഇവനെ കൊടുത്തത്. നീയാണോടാ? ഞാനൊന്നുമില്ല. അളിയനാണ് കോൺഫിഡൻസ് വരും ഒരെണ്ണം അടിക്കാൻ പറഞ്ഞത്. അതാണ് അമ്പിളി എടുത്ത് വിഴുങ്ങിയത്. ഇല്ല അമ്പിളി. എന്റെ അജിയെ, നിങ്ങളെ അത് ചെയ്യുള്ളൂ. സ്വന്തം ആദ്യരാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചു വായനാറ്റം കൊണ്ട് കയറി വന്ന മനുഷ്യരല്ലേ നിങ്ങൾ? ആഹാ, എന്നിട്ട് തറ കടന്നല്ലേ നിങ്ങൾ ഉറങ്ങിയത്? നുണക്കത് പറഞ്ഞ് ചതിക്കരുന്നല്ലേ? ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിയോ ആര് സമാധാനം പറയും? എന്റെ അമ്മ ഒരു സ്മോൾ അവന് കൊടുത്തുന്നുള്ള സത്യന്. പക്ഷെ കൊച്ചു കയറി കഴിക്കുന്ന നമുക്കറിയില്ല. ഇതിനെന്തെങ്കിലും പറ്റിയോ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നോക്കട്ടെ. ഞാനും വരാം. നോക്ക്. ഇതൊരെണ്ണം അടിച്ചിട്ടുള്ള മൂടൊന്നല്ലടാ. സുജിത്ത് വാസു, അതെ, എടുത്തോ. ബെഡ്റൂമിൽ കിടത്തിക്കോ. ഞാൻ പുളിവെള്ളം കലക്കിട്ട് ചെല്ലേ കൂടെ തരാം. ജെല്ലിക്കുടി എന്തിനാ? ടോറി കൂടി തന്നാ മതി. പറഞ്ഞേക്ക്. അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ടല്ലേ? ചേച്ചി, നമുക്ക് കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ? അല്ലാണ്ട് എല്ലാരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തിനാ? അമ്മായി, ഇവിടെ മോരിരിപ്പുണ്ടാ? ഓ, അവന്റെ മോര്. കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് എന്തായാലും നടക്കില്ല. അടുത്ത ദിവസം നോക്കാം. എന്റെ ദൈവമേ, ഞാൻ അപ്ലൈ പറഞ്ഞതൊന്നും വേണ്ടാന്ന്. ഇരിക്കണ ഇരിപ്പുണ്ടില്ല എന്റെ അമ്പിളി. ഇവളീ പറയുന്ന സുജിത് വാസുനെ നിനക്ക് അറിയോ? വല്ലത് പറഞ്ഞിട്ടുണ്ടോന്ന്? ആരെ എനിക്കറിയാൻ പാടില്ല. അളിയനെ അറിയോ? ഞാൻ കേട്ടിട്ടും കൂടി ഇല്ലേ. കൊച്ചേ, ആരേ സുജിത് വാസു? അബേ, ഉണ്ണിളിയൻ ചോദിക്കും. ഉണ്ണിളിയാ ചോദിക്കും. അമ്പളി, അന്ത പയ്യൻ സുജിത് വാസു യാര്? சொல்லுங்க അമ്പളി, ഉണ്മയെ சொல்லுங்க. അവള് തമിഴത്തി അല്ലടാ. അയ്യോ, നീയൊക്കെ കലക്കി കൊടുത്ത സാധനം കുടിച്ച് വന്ന അവസ്ഥയാണ് അവന്റെ. പയ്യൻ സുജിത്തും വാസുക്കാരാ? അച്ഛനും മോനായിരിക്കും. നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാ? ഇഷ്ടത്തിലായിരുന്നോ? വന്നിട്ട് മാ വെച്ചെന്താണ്. എല്ലാം പോയി ഉള്ളിയാ, എല്ലാം പോയി. സിമി, കുറച്ച് വെള്ളം എടുക്ക്. ഒരു നാരങ്ങ അവിടെ കൊണ്ടുപോയി കസേര എടുക്ക്. കസേര എടുക്ക്. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഓ, താങ്ക് യു. അവക്ക് കൊടുക്കണം. അതൊന്ന് പിടിച്ച ചെറുനാരങ്ങ. അമ്പിളി ഓക്കെ ആണോ?